കെഎസ്ആർടിസിക്ക് ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്ന മന്ത്രി ഗണേഷ് കുമാറിനെ തള്ളി സിപിഐഎം. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിന് വിരുദ്ധമാണ് മന്ത്രിയുടെ നിലപാടെന്ന് വിമർശനം. സർക്കാർ നയം നടപ്പാക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. തന്റെ കാലത്തെ ഭരണ നേട്ടങ്ങളെ പുതിയ വകുപ്പ് മന്ത്രി പരസ്യമായി തള്ളിപ്പറയുമ്പോഴും വിഷയത്തിൽ മൗനം തുടരുകയാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടായിരുന്നു സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റ്. ഇത് കൈയടിച്ചു പാസാക്കിയ ഭരണപക്ഷ എം.എൽ.എ മന്ത്രിയായപ്പോൾ കഥ മാറി. താൻ ഭരിക്കുന്ന കെഎസ്ആർടിസിയിൽ ഇനി ഇലക്ട്രിക് വാഹനങ്ങളെ വാങ്ങില്ലെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം. ഇലക്ട്രിക് ബസ് വാങ്ങുന്ന സ്ഥാനത്ത് 3-4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ മന്ത്രിയുടെ നിലപാടിനെതിരെ ഭരണമുന്നണിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ്. മന്ത്രിയുടേത് സർക്കാർ നയമല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗം. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിയെ തള്ളി സിപിഎം എം.എൽ.എ വി കെ പ്രശാന്തും രംഗത്തെത്തി. ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുന്നതിന് പകരം അവ ലാഭകരമാക്കാൻ കെഎസ്ആർടിസി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് എം.എൽ.എ പറഞ്ഞു. അപ്പോൾ ആ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതി നിർത്തലാക്കുമെന്ന് പറയുന്നതിലാണ് വിയോജിപ്പ്. അദ്ദേഹം പറഞ്ഞ നഷ്ടക്കണക്കുകളെ സംബന്ധിച്ച് വേറെ രീതിയിലാണ് അത് ചർച്ച ചെയ്യേണ്ടത്. ഈ നിലയിൽ ഇത് മതിയാക്കിക്കൊണ്ടല്ല. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെയാണ് ഇലക്ട്രിക് ബസ്സുകൾ വ്യാപകമാക്കിയത്. ഇത് നിരുത്സാഹപ്പെടുത്തിയുള്ള ഗണേഷിന്റെ പ്രഖ്യാപനത്തിൽ ആന്റണി രാജുവിനും അതൃപ്തിയുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആന്റണി രാജുവിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.